തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. ഭരണത്തിനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നഗരസഭയുടെ നിലവിലത്തെ ഭരണം ജനങ്ങൾക്ക് തികച്ചും ദുസ്സഹമായി മാറിയിരിക്കുകയാണെന്നും നഗരത്തിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. തലസ്ഥാന നഗരിയിലെ മാലിന്യ നിർമ്മാർജ്ജനവും അടിസ്ഥാന സൗകര്യ വികസനവും പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ തുറന്നടിച്ചു. നഗരഭരണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ബി.ജെ.പിക്കെതിരെ രൂക്ഷമായ രാഷ്ട്രീയ കടന്നാക്രമണമാണ് മന്ത്രി നടത്തിയത്. നഗരസഭയുടെ ഭരണപരാജയം ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. നഗരത്തിലെ മാലിന്യ നീക്കം വെറും ഫോട്ടോഷൂട്ടായി മാറിയെന്ന മന്ത്രിയുടെ പരിഹാസം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നഗരത്തിലെ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യുന്നതിനേക്കാൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള പ്രചാരണങ്ങൾക്കാണ് നഗരസഭ മുൻതൂക്കം നൽകുന്നതെന്ന് മന്ത്രി വിമർശിച്ചു. നഗരത്തിലെ പല ഭാഗങ്ങളും മാലിന്യം കുന്നുകൂടിയിരിക്കുകയാണെന്നും ഇത് നീക്കം ചെയ്യാൻ ശാശ്വതമായ നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പലയിടങ്ങളിലും മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മാലിന്യ പ്രശ്നത്തിനൊപ്പം നഗരത്തിലെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന കാര്യവും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് രാത്രികാലങ്ങളിലെ മാലിന്യം തള്ളുന്നവർക്ക് സൗകര്യമാകുന്നുണ്ടെന്നും നഗരവാസികളുടെ സുരക്ഷയെ ബാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. നയിക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ പരാജയമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പകരം രാഷ്ട്രീയ ലാഭത്തിനായുള്ള ഫോട്ടോഷൂട്ടുകളിലാണ് അധികൃതരുടെ ശ്രദ്ധയെന്നും മന്ത്രി പരാമർശിച്ചു. നഗരത്തിലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് നഗരസഭയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വാക്പോരിനെയാണ് മന്ത്രിയുടെ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ലെന്നും അത് ജല അതോറിറ്റിയുടെ മാത്രം ചുമതലയാണെന്നുമുള്ള മേയറുടെ വാദം പരിഹാസ്യകരമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നഗരവാസികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ നഗരസഭയ്ക്ക് ബാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭരണപരമായ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്. കുടിവെള്ള വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കഠിനമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ജോലി ഒഴിവാക്കണമെന്ന സർക്കുലർ നിലവിലുണ്ടെങ്കിലും നഗരത്തിലെ പല തൊഴിലിടങ്ങളിലും ഇത് പാലിക്കപ്പെടുന്നില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നഗരസഭയുടെ ഇത്തരം ജനവിരുദ്ധമായ നിലപാടുകൾക്കും ഭരണസ്തംഭനത്തിനുമെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉടൻ തന്നെ ഉയരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. ഭരണത്തെ വിമർശിക്കുന്നതിനിടെയാണ് അടുത്തിടെ ബി.ജെ.പിയിൽ ചേരുകയോ അനുകൂല നിലപാട് സ്വീകരിക്കുകയോ ചെയ്ത മുൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി ആഞ്ഞടിച്ചത്. ആർ ശ്രീലേഖയും ടി.പി. സെൻകുമാറും സർവീസിലിരുന്ന കാലയളവിൽ എടുത്ത പ്രധാനപ്പെട്ട നടപടികളെല്ലാം പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഇവരുടെ രാഷ്ട്രീയ ചായ്വ് സർവീസിൽ ഇരുന്നപ്പോഴും തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് മന്ത്രിയുടെ വാദം. മുമ്പ് ISF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തിയിരുന്ന പോടാപ്പുല്ലെ പോലീസ് എന്ന മുദ്രാവാക്യത്തിന് മുൻകൂർ പ്രാബല്യം ഉണ്ടോ എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നവർ രാഷ്ട്രീയ ലാഭത്തിനായി നിലപാടുകൾ മാറ്റുന്നതിനെയാണ് അദ്ദേഹം ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ബി.ജെ.പി. പാളയത്തിലെത്തിയ ഇരുവരും തങ്ങളുടെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാമെന്ന രാഷ്ട്രീയ ആരോപണമാണ് ശിവൻകുട്ടി ഉയർത്തിയത്. നഗരസഭാ ഭരണത്തിലെ വീഴ്ചകൾക്കൊപ്പം ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന മുൻ ഉദ്യോഗസ്ഥരെ കൂടി കടന്നാക്രമിക്കുന്നതിലൂടെ തലസ്ഥാന നഗരിയിലെ രാഷ്ട്രീയ പോരാട്ടം കടുപ്പിക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണത്തെക്കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പരാമർശങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിക്കുമെന്ന് ഉറപ്പാണ്. ഭരണപരമായ വീഴ്ചകളെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിലുപരി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി മന്ത്രി ബന്ധിപ്പിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിലും കുടിവെള്ള വിതരണത്തിലും നഗരസഭ പരാജയപ്പെട്ടുവെന്ന മന്ത്രിയുടെ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ നഗരത്തിൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. മുൻ DGP-മാരായ ശ്രീലേഖയ്ക്കും സെൻകുമാറിനുമെതിരെയുള്ള മന്ത്രി നടത്തിയ പരാമർശങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. വിരമിച്ച ശേഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് കാരണമായി. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം തലസ്ഥാന നഗരിയിലെ കടുത്ത വേനലിൽ ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള ക്ഷാമവും മാലിന്യ പ്രശ്നവും പരിഹരിക്കാൻ നഗരസഭയും സർക്കാരും ഏകോപിതമായി നീങ്ങണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം. ചുരുക്കത്തിൽ ഭരണസ്തംഭനവും രാഷ്ട്രീയ വിദ്വേഷവും തമ്മിലുള്ള പോരാട്ടമായി തിരുവനന്തപുരം നഗരസഭാ രാഷ്ട്രീയം മാറുകയാണ്.